അമ്മ അപ്പയോട് പറഞ്ഞു, അമ്മ ഇന്നലെ ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടി മീനെടുത്ത് ബാൽക്കണിയെ വെച്ചു. അതെന്താ വെച്ചാൽ പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിട്ട്, പുറത്ത് ടെമ്പറേച്ചർ അല്ല അകത്ത് AC ആയോണ്ട് പുറത്ത് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടി ഫിഷ് എടുത്ത് ബാൽക്കണിയെ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ അമ്മ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ ടയർഡ് ആയി പോയി. അപ്പൊ അമ്മ അപ്പയോട് പറഞ്ഞു ആ ഫിഷ് എടുത്ത മേരിക്കുട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അപ്പൊ അമ്മ അപ്പയോട് പറഞ്ഞു ആ പുറത്ത് ഫിഷ് ഞാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാവോന്ന് ചോദിച്ചു. അപ്പൊ എന്നെ ചെയ്തു, ഞാൻ കിച്ചണില് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കണ്ടേ അത് ചിക്കൻ ആണോ ഫിഷ് ആണോ എന്ന്. അന്നിപ്പോ ഞാൻ വിചാരിച്ച അപ്പ ആ ഫിഷ് എടുത്ത് വെച്ചെന്ന്. ഇപ്പൊ ഉച്ച കഴിഞ്ഞാൽ വൈകുന്നേരം അപ്പ ബാൽക്കണി തുറന്നപ്പോ അവിടെ മീൻ ഇരുന്ന് സ്മെല്ലടിക്കുന്നെന്ന്. അപ്പൊ എന്നെ വിളിച്ച് ഭയങ്കര ചീത്ത, നീ ബാൽക്കണി ഫിഷ് വെച്ചോടി അങ്ങനെ ഇങ്ങനാന്ന്. കൊച്ചു പറ ആരുടെ ഭാഗത്താ തെറ്റ്? കണ്ടോ? Sometimes I say Amma, sometimes I say Appa. ഇന്ന് ആരുടെ ഭാഗത്താ? അപ്പ. അത്രേ ഉള്ളൂ. ബിക്കോസ് ഐ സെഡ് ഫിഷ് പുറത്ത് വെച്ചു, ഫിഷ് കിച്ചണിൽ വെച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല ഫിഷ് എന്നും പറഞ്ഞു. എന്നിട്ട് കിച്ചണിൽ അല്ല കിച്ചണിലിരുന്ന ചിക്കൻ എടുത്തെടുത്തു. ചിക്കൻ ഏതാ ഫിഷ് ചിക്കൻ ഏതാ ഫിഷ് ഏതാന്ന് അറിയാൻ മേലാത്തൊരു കാട്ടുമാക്കാൻ. ഇതുപോലെ വേറെ ആരെങ്കിലും പഴിയിടാനായിട്ട് നിന്നെ കവിഞ്ഞു പോകും. ഞാനെന്നോ ജസ്റ്റിനോട് പറഞ്ഞു, ജസ്റ്റ് ഫിഷ് ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് ഫ്രിഡ്ജ് വെക്കാമെന്നല്ലേ ചോദിച്ചേ. ഞാൻ ചോദിക്കട്ടെ, എന്നും ഫിഷ് എടുത്ത് ഇവിടെ ബാൽക്കണിയിലാണ് വെക്കുന്നത്? അല്ല, ഇടയ്ക്ക് ഞാൻ വെക്കാറുണ്ട്. പക്ഷെ വല്ലപ്പോഴും അടുക്കള വരണം. അയ്യോ, എന്നാലും എന്റെ 3 കിലോയുടെ ഹമൂർ നശിപ്പിച്ചല്ല സാമതിരോ. എനിക്ക് ഇന്ന് ഹമൂർ വാങ്ങിച്ചു തരണം. ജസ്റ്റ് പിണങ്ങിയോ? അയ്യോ ദേഷ്യം വരാത്ത ജസ്റ്റ് വണ്ടിയൊക്കെ ഞെക്കി പോട്ടെ. ജസ്റ്റ് പിണങ്ങല്ലേ?